അങ്ങനെ പോർച്ചുഗൽ 2-ാം ദിവസം സിൻഡാര എന്ന് പറയുന്ന വേറൊരു സിറ്റിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഒരു വലിയ തീപിടുത്തം നടക്കുകയാണെന്ന്. ആ തീപിടുത്തത്തിൽ പലരും മരിക്കുകയും പലർക്കും പരിക്കേറ്റുകയും ചെയ്തിരുന്നു. പോകുന്ന വഴിയിലാണ് ഞങ്ങളിങ്ങനെ തീപിടുത്തമുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത്. ഏതായാലും ഇറങ്ങിയതുകൊണ്ട് സിൻഡാര വരെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിൻഡാരയിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവർ ഇവിടെ വന്നപ്പോൾ ഒരു ആളെ കണ്ടു, ടുക്ക് ഓടിക്കുന്നൊരു ഡ്രൈവറാണ്. അവർ പറഞ്ഞത് അവിടെ ഭയങ്കര ഫയറാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സംശയം. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അങ്ങോട്ട് പോകുന്ന കാണുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ആയിരിക്കുമല്ലോ, അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്പച്ചിനോ ഓറഞ്ച് ജ്യൂസും പിന്നെ ക്രോസാനും പിന്നെ വേറെ എന്തായിരുന്നു ചിക്കൻ്റെ സാൻഡ്വിച്ചും കൂടി ഓർഡർ ചെയ്തു. പിന്നെ ഇന്നലെ വാങ്ങിയ നമ്മളൊരു ഇവിടുത്തെ ഫേമസ് സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ മിക്സ്ഡ് വെറൈറ്റീസ് ഉള്ള സംഭവം ഇവിടെ ഉണ്ട്. ചോക്ലേറ്റ് ഉണ്ട്, മിക്സ്ഡ് ബെറി, അങ്ങനെ വേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ജില്ലുവിൻ്റെ ക്യാപ്പച്ചിനോ വന്നു, ചേച്ചിയും ക്യാപ്പച്ചിനോ. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലാണ്. ഫോട്ടോഷൂട്ട് ക്യാപ്പച്ചിനോടെ എടുത്ത് കഴിഞ്ഞ കുറേ നേരം ക്യാപ്പച്ചിനോ വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട് 2-4 ദിവസമായി, ആക്ച്വലി 1 വീക്കായി. അടുത്തത് വന്നു ഓറഞ്ച് ജ്യൂസും ഒരു ക്രോസാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത മെയിൻ ഫുഡ് വരുന്നേ ഉള്ളൂ. അവിടെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അവിടെ ക്രോസാൻ വാങ്ങിച്ചിട്ടുണ്ട്, സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് അതും കൂടി വന്നിട്ടുണ്ട്. ഈ അപ്പച്ചനാണ് ഇവിടുത്തെ ഓണർ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ പേര് നാദപുര എന്ന് പറഞ്ഞിട്ട്, നാദ എന്നെങ്കിൽ പാമ്പ് പുര എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സിൻഡാരയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു കടയാണ്. ഇവിടെ ആക്ച്വലി വന്ന് കഴിക്കണം. നമ്മൾ ഇന്നലെ കഴിച്ച മറ്റേ മഞ്ഞ ഇതുണ്ടല്ലോ, ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റ്. അവർ ഡബിൾ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്, ക്രിസ്പി ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പം അതിവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കട ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി നല്ലതായിരിക്കും, നിങ്ങൾ കാണണം. ഇവിടെ വരികയാണെങ്കിൽ സിൻഡാര വരികയാണെങ്കിൽ ഈ വഴിക്കാണ് വരുന്നതെങ്കിൽ, ഇത് ഹൈവേ അല്ല, ഹൈവേ റൂട്ടല്ല. അപ്പോൾ ഹൈവേ റൂട്ട് എടുക്കാതെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് കയറുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ കടയുടെ ഇത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സിൻഡാരയിൽ പോകും. പക്ഷേ സിൻഡാരയിൽ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം വെച്ചാൽ അവിടെ ഫയർ ഉണ്ടായതുകൊണ്ട് എല്ലാം ക്ലോസ്ഡാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത് വരെ പോയി സ്ഥലങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് ക്യാസിലൊക്കെ കാണാവുന്നത്. കാരണം ഫയർ ഇവിടെ വലിയ ഫയർ ഉണ്ടായിട്ടുണ്ട്. ന്യൂസിലൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്, ഡേഞ്ചറസ് ആണ്, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ ഫയർ കാരണം. ക്യാമറ So where are we going? We are going to Sindara or Sindra. Everyone look excited. Yay! That's the worst yay I ever heard. ഒരുമാതിരി പഴങ്കഞ്ഞി കുടിച്ചിട്ട് ഏ പറയുന്നു. രാവിലെ ചേച്ചിയുടെ ദോശ കിട്ടിയില്ല. ദോശ കിട്ടില്ല, പക്ഷെ croissant കിട്ടി. നല്ല croissant with cheese and sausage and nice pastel de nata. And there's a lot of fire. 1 minute. What are you doing? ഇതിപ്പോൾ എവിടെ പോകുന്നത് നമുക്കറിയോ? തിരിച്ചു വിളിച്ചാൽ you can flip it. Oh, I didn't know that. Now you know. Okay, now since I know how to use this, we are stuck in Sintara. Aiden, are we stuck? ഇവിടെ സ്റ്റക്ക് ആയി നിൽക്കും, ഇപ്പോൾ മൂവ് ചെയ്യാൻ പറ്റാതെ. Yes. There's so many people walking. There was a wildfire, so now we cannot go. And now we're figuring out what to do.
your arms around me, yeah, let it sink in. Yeah, I just let it sink in. അങ്ങനെ സിൻഡാറിൽ നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഫ്ലീ മാർക്കറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി പോവാം. ഞങ്ങൾക്ക് വണ്ടിയുടെ സ്ഥലം കിട്ടാത്ത ഞങ്ങൾ കുറച്ച് തിരിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടു. എന്നിട്ട് നേരെ ഞങ്ങൾ ഫ്ലീ മാർക്കറ്റും കണ്ട് പിന്നെ ബാക്കി നമുക്ക് കാണാനുള്ള ലിസ്ബണിൽ കാണാനുള്ള സ്ഥലങ്ങളെല്ലാം പോയി കാണാനുള്ള പരിപാടിയാണ് ഇന്ന്. അപ്പോൾ അതും കണ്ടിട്ട് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു വലിയൊരു ഫ്ലീ മാർക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളവിടെ ഇത്രയും വലിയ ഫ്ലീ മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. നമ്മളവിടെ ഉള്ള എല്ലാം അടച്ചുപൂട്ടി പോകാറാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലീ മാർക്കറ്റുകളെല്ലാം. പക്ഷേ ഇത് വലിയ ഫ്ലീ മാർക്കറ്റാണ്. ഇഷ്ടം പോലെ വെൻഡേഴ്സ്, ഇഷ്ടം പോലെ ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങോട്ട് ജനസാന്ദ്രമാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പിൽ തന്നെ ഇത് നടക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് പോകുന്ന സമയത്ത് ഓൺലൈനിൽ കണ്ടായിരുന്നു വീട് നടക്കുന്നത് ഇന്ന സ്ഥലത്ത് പാർക്കിംഗ് ലോട്ടിലിടാൻ പറ്റത്തില്ല. ആ സമയത്ത് ഇവിടെ ഫ്ലീ മാർക്കറ്റ് നടക്കുക എന്നുള്ളത്. How it feels to help you cheek to cheek, but this is not reality, or let it sink in. Yeah, I just let it sink in. Always changing all the scenery, why I'm living in this. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ ഫുഡ് നോക്കാൻ വേണ്ടി പോവാം. എവിടെന്നെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു നമ്മൾ ടുക്ക് റൈഡ് എടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള സ്ഥലങ്ങൾ മൊത്തം അപ്പോൾ നാളെ മൊത്തം സ്ഥലം കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഇന്നത്തേക്ക് ഈ ടുക്ക് റൈഡിൽ പോയിട്ട് അവരെല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ നമുക്ക് നടക്കണ്ട, നമുക്ക് സുഖമായിട്ട് അവിടെ പോയി ഇറക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഒരു 3:30 സമയം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2:30 അപ്പം ചെറിയൊരു എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. അതുണ്ടോ പാറയുടെ അടുത്ത്, ഇവിടെ പാറയുണ്ട്, താഴെ വെള്ളമുണ്ട്, മീനുണ്ട്. അങ്ങനെ മീനെ കണ്ടല്ലോ. ഇനി ഞങ്ങൾ നമുക്ക് മീൻ ഈ പ്രാവശ്യമില്ല. മീൻ കഴിച്ചിട്ട് ടേസ്റ്റ് ഇതിലും വായനും ഒരിതും പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വേറെ ഡിഫറെൻ്റ് ആയിട്ട് ശരി ആപ്പിറ്റൈസേഴ്സ് കഴിക്കുക. ഒരു മൊഹിറ്റോ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോകും. ടൂറ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അതിന് വേണ്ടി ഞങ്ങൾ വയറൊഴിച്ചിട്ടിരിക്കുക. വയറ്റകത്ത് സ്പേസ് ഇട്ടിരിക്കാതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതിനെ ഒഴിച്ചിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴാണ് എന്നെ ഫോക്കസ് ആയത്. ഇപ്പം ശരിയായി. ക്യാമറമാൻ്റെ ഇത് ഫോക്കസ് ശരിയായില്ലായിരുന്നു. അപ്പം നമുക്ക് ടുക്ക് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ജസ്റ്റ് വെയിറ്റ്. അങ്ങനെ മൊഹിറ്റോ കിട്ടി. ഒരു ഫുഡ് ആൽബം ഉണ്ട്. അപ്പം ഇതാണ് കാലമാരി വന്നു. പിന്നെ ഒരു കോഡ് ഫിഷ് ഫിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഭവം കൂടി ഇനി വരും. അങ്ങനെ സംഭവങ്ങളൊക്കെ വന്നു. ഇവിടെ ഫ്രൈഡ് കാലമാരി ഉണ്ട്. നമ്മുടെ അവിടെ കഴിക്കുന്നില്ല. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കാലമാരിക്ക്. അവർക്കറിയാം യു എസിൽ നമ്മളൊന്നും വേണ്ടോ ഷിംബു കഴിക്കുന്നുണ്ടോ? ഷിംബു അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ആപ്പിറ്റൈസറാണ് വാങ്ങിയത്. 3 ആപ്പിറ്റൈസർ വാങ്ങിച്ചു. ഒരു മൊഹിറ്റോയും ഒരു മ്യൂളും വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ടുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവർ വരും. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി നിൽക്കാം. എന്നിട്ട് അവിടെ നിന്ന് കയറി നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം പോയി കാണാം. അങ്ങനെ നമ്മുടെ ടുക്ക് ഡ്രൈവർ വന്നിട്ടുണ്ട്. നമ്മളപ്പം ടുക്ക് എടുത്തിട്ട് നമ്മൾ പോവുകയാണ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ലിസ്ബൺ മൊത്തം കാണുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ സ്ഥലങ്ങളെല്ലാം കാണുമെന്നുള്ളത്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ ഓട്ടോറിക്ഷ. ഈ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ടുക്കിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ അതന്നെ റൈറ്റ് എടുക്കുകയാണ്. നമ്മുടെ വാണി ചേച്ചി വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് അതാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ബേലം ടവറും മറ്റേ ഫേമസ് ഫുഡ് കഴിക്കുന്നതും അതും
പിന്നെ മൊണാസ്ട്രി കാണാൻ വേണ്ടി ആദ്യം പോകുന്നത്. അതാണ് നമുക്ക് നാളത്തെ ഐറ്റിനറി ഉള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് തന്നെ തീർക്കുകയാണ്. Can you tell me which god is this one? Suez. Suez. Yes, very good, very good. You and me, I will always dream about how it will be to feel your arms around me, yeah, let it sink. നേവിയുടെ ബിൽഡിംഗ് ആണ്, പോർച്ചുഗീസ് നേവിയുടെ ബിൽഡിംഗ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് വാസ്കോഡോ ഗാമയെ നമുക്ക് വേണ്ടി സമ്മാനിച്ച കാര്യങ്ങളൊക്കെ. വാസ്കോഡോ ഗാമ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് വിറ്റിട്ടാണ് ഇവർ ഇത്രയും പൈസ ഉണ്ടാക്കിയതാണ് പുള്ളിക്കാരി പറഞ്ഞത്. കാരണം സ്പൈസസും എല്ലാം കൊണ്ടുവന്ന് വിറ്റ് ഇവിടുത്തെ പണക്കാരായി. ഇങ്ങനത്തെ റോയൽ ഫാമിലിക്ക് കൊടുത്തതിന് ശേഷം, അതായത് റോയൽ ഫാമിലിക്ക് കിങ്സിന് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ബ്രിഡ്ജ് നമ്മൾ ഇന്ന് രാവിലെ വന്ന ബ്രിഡ്ജ്, ഇന്നലെ വന്ന ബ്രിഡ്ജ് വാസ്കോഡോ ഗാമ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ കയറുന്നത്. 17 കിലോമീറ്റർ ഉള്ള ഒരു ബ്രിഡ്ജാണ്. പിന്നെ ഇവിടുത്തെ പല സ്ട്രീറ്റും വാസ്കോഡോ ഗാമയുടെ പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാസ്കോഡോ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ക്വയറുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് ഇന്നലെയൊക്കെ നമ്മൾ നടന്ന വഴി ഇവിടെ തന്നെയാണ്. പക്ഷേ ഇന്നലെ നടന്നപ്പോൾ നമുക്കത് അറിയത്തില്ലായിരുന്നു. ഇന്നായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ വാസ്കോഡോ ഗാമയുടെ പേരിലെല്ലാം ഉണ്ടെന്നുള്ളത്. And yeah, I just let it sink in. You and me, wonder how it feels to help you cheek to cheek. ഇപ്പോൾ നമ്മൾ LX ഫാക്ടറി This is not reality. പിന്നെ ആർട്ടിൻ്റെ സ്ഥലവും ഫുഡ് കഴിക്കുന്നതും എല്ലാം കൂടി ഉള്ള ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ്. LX ഫാക്ടറിയിൽ നമ്മൾക്ക് കുറേ പെയിൻറ്റിങ്സ് ഓൾഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈ ട്രാഷ് വേസ്റ്റ് ഒക്കെ സംഭവങ്ങൾ വെച്ചിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആർട്സും പിന്നെ കുറേ ഓൾഡായിട്ടുള്ള എന്താ ബുക്സ്, അങ്ങനത്തെ കുറേ പഴയ സാധനങ്ങൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന നമ്മുടെ ഫിലാഡൽഫിയയിലെ മാജിക് ഗാർഡൻ പോലെ അതേപോലെ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളായിട്ട് ഒരു സ്ട്രീറ്റ്. സോ അടുത്ത് നമ്മൾ കയറാൻ പോകുന്ന ഇവിടുത്തെ ഒരു ഓൾഡസ്റ്റ് ലൈബ്രറിയാണ്. അടിപൊളിയാണ് കാണാൻ വേണ്ടി. നമുക്ക് അവിടെ പോയി നോക്കാം. സോ ഇപ്പം നമ്മൾ LX ഫാക്ടറിയുടെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇവിടെ സൈഡിലൊക്കെ കുറേ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇഷ്ടംപോലെ ആൾക്കാരെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ കൂടെ നമുക്ക് നടക്കും. ഒരു പ്രത്യേക ഒരു വൈബാണ്. നൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഒരു വൈബായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പം വേറെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. സോ ഗോൾഡൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയ സെയിം ആൾക്കാർ തന്നെയാണ് ഇതും ഉണ്ടാക്കിയത്. അതുപോലെ ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജ് ഉണ്ടാക്കിയ നമ്മുടെ അവിടുത്തെ സെയിം ആൾക്കാർ തന്നെ ഇതും ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് കഴിച്ച ഫേമസ് ആയിട്ടുള്ള ഒരു പേസ്ട്രി ഉണ്ടായിരുന്നു, യെല്ലോ കളറിലുള്ള പസനട എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സ്ഥലത്ത് റെസിപ്പിയുള്ള സ്ഥലത്ത് നമ്മൾ പോകുന്നത്. മുടിഞ്ഞ ക്യൂ ആണ്. പക്ഷേ നമ്മൾ ഇവളുടെ കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ VIP ആയതുകൊണ്ട് VIP പാക്കേജ് എടുത്തുകൊണ്ട് നമുക്ക് ലൈൻ സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഈ ലൈനിലൊന്നും നിൽക്കുന്നില്ല. ആ ലൈനൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ലൈനിൽ നിന്ന് മുടിഞ്ഞു പോകാൻ ഒരു അറ്റ്ലീസ്റ്റ് 1-2 മണിക്കൂർ നമുക്ക് ലൈൻ നിൽക്കേണ്ടി വന്നതിന്. ഇതിപ്പോൾ ലൈൻ നിൽക്കാതെ നമുക്ക് പോകാം. ഇതാണ് ലൈന്. ഇവിടുത്തെ ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള അങ്ങറ്റം വരെ ലൈന്. ഇതാണ് ലൈന്. Try not to lose me. This very old bakery, okay? Try not to lose me, okay?
ഇവിടെ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. അത് അവരോട് വന്നിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റിയതാ. Because it's after 5, the ladies already go home and back, okay? Because they start very early in the morning. This is അപ്പോൾ ഇവിടെ വെച്ചാണ് 20ഓളം പോർച്ചുഗീസ് പെണ്ണുങ്ങൾ ഇരുന്നിട്ടാണ് ഇവിടെ ഇത് ഉണ്ടാക്കുന്നത്. ഷേപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. അവിടെ ഇവർ ക്ലോസ് ചെയ്തു. phase. The second phase is this phase. After, you can see a little bit of the base already prepared there, okay? After they are doing the base, this is in the big pan, the cream, okay? They said the secret ingredient is on the cream. Let it sink in. Yeah, just let it sink in. Oh, I know it's such a sweet fantasy, but I can stay like this forever. ഇവിടെ ടൈൽസ് ഇരിപ്പുണ്ട്. അതൊരു 1800-ലുള്ള ടൈൽസാണ്. We are here representing the Portuguese boat again, okay? പോർച്ചുഗീസിൻ്റെ സംഭവങ്ങളാണ് 1800s-ലെ ടൈൽസ്. Tell any story. They are just the pattern, okay? These guys were painted by hands, okay? And the other ones, the new ones, it's printed by a machine, by a factory, and so it's a different ഫൈനൽ പ്രോസസ്സായിട്ടുള്ള ഇത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇതുണ്ടായി ബേക്ക് ചെയ്ത് വരുന്നതിൻ്റെ ഇത്. And I know that it's been driving me crazy. Let it sink in. Always changing all the scenery. Why I'm living in this fantasy, don't know. Man, I feel just like a tragedy. Let it sink in. I want 15. ഇവരൊരു പോർച്ചുഗീസിൽ പറഞ്ഞാൽ മാത്രമേ ഇവിടെ സാധനം കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മൂര് പഠിപ്പിക്കുകയാണ് പോർച്ചുഗീസിലെ 15 എണ്ണം വേണമെന്നുള്ളത്. പോർച്ചുഗീസ് He understands, so we are good. അങ്ങനെ അമ്മു കറക്റ്റായി പറഞ്ഞതുകൊണ്ട് അമ്മുവിന് കിട്ടി. ഇവിടെ ഇപ്പുറത്ത് മൊത്തം ലൈനിൽ ആൾക്കാർ നോക്കുക. ഞങ്ങൾ കയറി വന്നപ്പോൾ ആൾക്കാർ ഞങ്ങൾ മുഖം വെറുപ്പിച്ച് നോക്കിയത്. കാര്യം ഞങ്ങൾ ലൈൻ കട്ട് ചെയ്ത് കിടക്കുന്നത് വെച്ച്. പക്ഷെ നമുക്ക് ഓൾറെഡി ലൈൻ കട്ട് ചെയ്യാനുള്ള ഇത് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. Around me, yeah, let it sink. സോ നമ്മുടെ ടൂർ ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പേസ്ട്രി വാങ്ങാൻ വേണ്ടി ലൈനൊന്നും നിൽക്കാതെ ഡയറക്റ്റ് കയറാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ പലയിടത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പേസ്ട്രി വാങ്ങാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഇപ്പം കയറിയ ആ സ്റ്റോറിലാണ് അത് എന്താ അതിൻ്റെ ഒറിജിനൽ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഉള്ളത് അതിൻ്റെ ഫ്ലേവർ കിട്ടുമെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി അവിടെ നിന്ന് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ദിവസം അവർ ഓൾമോസ്റ്റ് ഒരു 4000-ന് മുകളിൽ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ആൾക്കാരാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ വന്നിരുന്നെങ്കിൽ ഒരു 2-3 hours നമ്മൾ വെയിറ്റ് ചെയ്താലും അകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും ക്യൂ ആണ് വെളിയിൽ. എനിവേ ഇപ്പോൾ ഈ ടൂർ എടുത്തതുകൊണ്ട് നമുക്ക് 5 minutes കൊണ്ട് കയറി എല്ലാം കാണാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. There you go. Obrigada, thank you so much. ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതാണ് മെയിൻ സ്ഥലത്ത് നിന്ന്. നമ്മളിപ്പോൾ 3-4 വട്ടപ്പത് കഴിച്ചു. അതിൽ ഇന്ന് പോയി രാവിലെ കഴിച്ചത് സെൻറ്റാറയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ വാങ്ങിച്ചത് നല്ല ടേസ്റ്റ്. അപ്പോൾ അത്രയും ടേസ്റ്റ് ഇത് വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. Thank you for
getting us in and getting this so fast. എനിക്കിതിന് ഇഷ്ടപ്പെട്ടതും ഇന്ന് രാവിലെ പോയി കഴിച്ചു തന്നെയാണ്. എനിക്ക് ടേസ്റ്റ് രാവിലത്തെ ബെറ്റർ എനിക്കും ഇത് വെച്ചിട്ട് ക്രിസ്പിയാണ് ക്രിസ്പിയാന്നുള്ളൂ. ഇന്ന് ഇത് ക്രിസ്പിയാന്നുള്ളൂ. പിന്നെ രാവിലത്തെ കുറച്ചും ടേസ്റ്റ് നല്ലൊരു കഴിക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? പറയുന്നത്ര ഹൈപ്പില്ല. എല്ലാരും പറഞ്ഞു ഇത് ഹൈപ്പാക്കി വെച്ചേക്കാം. You want more? Anyone else? I'm good, thank you very much. അപ്പു Huh? No. And yeah, I just let it sink in. You and me, wonder how it feels to help you cheek to cheek. But this is not reality, or let it sink in. Yeah, I just let it sink in. Always changing all the scenery. Why I'm living in this fantasy? Don't know, let it sink in. Yeah, just let it sink in. In a dream, you said you wanna buy me pretty little things. Take me round the world, nah, let it sink in. Yeah, I just let it sink in. Oh, I know it's such a sweet fantasy, but I can stay like this forever. And I know that it's been driving me crazy. Let it sink in. Always changing all the scenery. Why I'm living in this fantasy? Don't know. Man, I feel just like a tragedy. Let it sink in. Yeah, I just let it sink in. Just let it sink in. അങ്ങനെ നമ്മൾ ഡിസ്കവറിയുടെ മറ്റേതിനകത്തേക്ക് എത്തി, വാസ്കോഡഗാമയുടെ. സോ ഇതിനകത്ത് പിക്ചറിൽ കാണുന്ന മൂന്നാമത്തെ ആള് വാസ്കോഡഗാമയാണ്. ഈ ഇരിക്കുന്നതിൽ ആദ്യത്തെ അവിടുത്തെ കിങ്ങും. പിന്നെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, വേവ്സിന്റെ പാറ്റേൺ. ഈ വേവ്സിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ കടൽ രണ്ടും കൂടി ചേരുന്നതിന്റെ ഇതാണെന്ന് വെച്ചാൽ ഈ റിവറും അറ്റ്ലാന്റിക് ഓഷനും ചേരുമ്പോൾ സാൾട്ട് വാട്ടറും അതുപോലെ ഫ്രഷ് വാട്ടറും കൂടി ചേരുന്നതിന്റെ ഒരു ഇതായിട്ടാണ്. Yeah, just let it sink. Just let it sink. Let it sink. Yeah, just let it sink. Just let it sink. Let it sink. ഇവിടെ കാലിക്കട്ടിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, പോർച്ചുഗീസ് വന്ന് ഇറങ്ങിയതിന്റെ. Yeah, just let it sink in. Just let it sink in. അങ്ങനെ നമ്മൾ കാലിക്കട്ടിൽ വന്ന് ഇറങ്ങിയതിൻ്റെ മാപ്പെല്ലാം കണ്ട് നമ്മളിതാ പോവുകയാണ്. Lost your hair, hat, everything. Now I see doesn't have any hair. No hair? Lost also? ഇവിടെ തൊപ്പി ഓടിപ്പോയി, തൊപ്പി പറന്നു പോയി. തൊപ്പി എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറകോട്ട് അടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. പിന്നെ ഇതൊക്കെ ഫണ്ടല്ലേ. നേരത്തെ നിങ്ങള് ഇവര് കൊച്ചിനെ എടുത്തോണ്ട് വരുന്ന നിങ്ങൾ കണ്ടത് ആരും കണ്ടില്ലല്ലോ. ഉയ്യോ. തൊപ്പി എടുത്തു. അങ്ങനെ തൊപ്പി അമ്മ എടുത്തു. Good job. I hope this is your favorite hat. Yeah. Yeah. The special one. പക്ഷെ ആ തൊപ്പി ഒന്ന് വെച്ചാൽ കാണട്ടെ. Yes, I got it. I don't think you should put it back on. I don't think you should put it back on. You know what, I'm gonna take a chance. ഇനി പോയാൽ കിട്ടത്തില്ല. പുറകോട്ടൊന്നും പറന്ന് പോകാൻ പാടില്ല. You and me, I
will always dream about how it will be to feel your arms around me. Yeah, let it sink in. Yeah, I just Tá, minha querida. Onde é que vocês vão? Vamos ao ponto mais alto da cidade. Que lindo, estás tão lindo. Bye bye. Enjoy. Don't wait for the tram, guys. Wasting your time of vacation waiting. Una hora aí. Ai, estás perdendo tanta coisa por Lisboa. Pero es que es muy largo, te dicen a media hora. Eres un transporte público. Oh, La gente piensa que es un recorrido y no es. É um transporte público. E vem todos carregados de gente. Va, olha para cliente para let it sink in. You and me. അപ്പോൾ നമ്മൾ ലിസ്ബണിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സ്ഥലവും കാണാം, എല്ലാ സ്ഥലവും. Wonder how it feels to help you cheek to cheek. But this is not reality. Or let it sink in. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ കേരള എന്ന് പറയുന്നൊരു കേരള ഫുഡ് കിട്ടുന്ന കടയിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു, 10 മിനിറ്റ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയിട്ട് കേരള ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. I'm not excited. You're up on the Kerala food again. Me either. അങ്ങനെ ഞങ്ങൾ കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുന്നു. ഞങ്ങൾ പായന ചായ ഓർഡർ ചെയ്തു, മൊയ്റ്റ് ഓർഡർ ചെയ്തു, മോരുവെള്ളം ഓർഡർ ചെയ്തു, പൊറോട്ടയും മീൻകറിയും, കല്ലുമ്മക്കായ, മീൻ ഫ്രൈ, ചിക്കന്, മീൻ വറുത്തത്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ ഞങ്ങൾ അതെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു മലയാളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം കഴിച്ചു നോക്കാം. സംഭാരം വന്നു, ചിക്കൻ 65 വന്നു, ചായ വന്നു, അടിപൊളി സംഭാരമാണോ, മൊഹിറ്റോ വന്നു, മാംഗോ ലസ്സി എങ്ങനെയുണ്ട്? That's good. I think ഈ കപ്പ് കുടിക്കുമ്പോൾ it gives like that authentic taste. സംഭാരത്തിൻ്റെ മന്ദാല് അത് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയല്ലേ തരുന്നത് സംഭാരം കൂടെ. ഇഞ്ചിയും നല്ല വെയിലത്ത് വന്ന് കുടിക്കാൻ കാര്യം ഈ പാത്രം എടുത്താൽ മലയാളി സ്വഭാവം കാണിക്കണം. ചോദിച്ചിട്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഫിഷ് ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, ബീഫുണ്ട്, പൊറോട്ടകളുണ്ട്, മീൻകറി ഉണ്ട്, കല്ലുമ്മക്കായ ഇവിടെ ഉണ്ട്, പിന്നെ അടുത്ത് ചിക്കൻ കറി ഉണ്ട്, പിന്നെ ബട്ടർ ചിക്കൻ. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ രുചി പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവരും കൂടി നോക്കിയിരിക്കുന്നുണ്ട്, അധികം നേരം വർത്താൻ പറയില്ല. ഇത് കഴിക്കുന്നതിലേക്ക് കിടക്കട്ടെ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. കണ്ടോ, ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ട്, നമ്മളത് പാക്ക് ചെയ്തു. ഇനി ബോളി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബോളി പായസം, അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇതാണ് ജില്ലു പറഞ്ഞ ബോളി പായസം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ചേട്ടനാണ് നമ്മുടെ ഓണർ. ഹായ് പറഞ്ഞു. അപ്പോൾ പോർച്ചുഗലിൽ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക, ഇല്ലേ? ഇല്ലേ, അടിപൊളി ഫുഡാണ്. അപ്പോൾ വരിക, ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിനി അടുത്ത തവണ വരുമ്പോൾ ഇവിടെ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ മേഡം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Let it sink.